ചങ്ങായിമാരെ, സംഘികൾ ഇറക്കുന്ന സംഘി സ്റ്റോറിക്ക് നമ്മുടെ ഹൈക്കോടതി 15 ദിവസത്തേക്ക് സ്റ്റേ കൊടുത്ത ആ സന്തോഷകരമായ വാർത്ത എല്ലാരും കേട്ട് കാണുമല്ലോ. അത് മലയാളിയുടെ ഒറ്റക്കെട്ടായ പ്രാർത്ഥനയും പ്രതിഷേധവും മൂലാട്ടാ, സംഘികളല്ലാത്ത മലയാളിയുടെ പ്രാർത്ഥനയും പ്രതിഷേധവും മൂലം. പക്ഷെ ഈ സംഭവത്തിലുള്ള മലയാളി നന്ദി പറയേണ്ട ഒരാക്കാട്ടാ ഫ്രെഡി ഫ്രാൻസിസ് എന്ന ഇൻഫ്ലുവൻസറിലെ മൂപ്പർക്കാണ് മലയാളി നന്ദി പറയേണ്ടത്. മൂപ്പറുടെ ശക്തമായ പോരാട്ടം കൊണ്ടാട്ടാ ഈ സിനിമയ്ക്ക് 15 ദിവസത്തേക്ക് സ്റ്റേ കിട്ടിയത്. മൂപ്പറുടെ പോരാട്ടത്തിന്റെ കഥ രണ്ടാമത് പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ സന്തോഷകരമായ വാർത്തയില്ലേ, ആ സന്തോഷകരമായ വാർത്ത ഒന്ന് കേൾക്കാം. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള സ്റ്റോറി 2 റിലീസ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. നാളെ റിലീസ് ചെയ്യാനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ. 15 ദിവസത്തേക്കാണ് സ്റ്റേ ചെയ്തത്. സിനിമ സാമുദായിക വിഭജനത്തിന് കാരണമാകുമെന്ന് കോടതി വിലയിരുത്തി. ഗോപിക, നാളെ സിനിമ റിലീസ് ചെയ്യാനിരിക്കെ കോടതിയുടെ അടിയന്തര ഇടപെടൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ. അതെ സീഫു, തികച്ചും വൻ തിരിച്ചടിയാണ് കേരള സ്റ്റോറിയുമായി നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സിനിമയുടെ നാളത്തെ റിലീസാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. 15 ദിവസത്തേക്കുള്ള പ്രദർശനാനുമതി തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഈ കേസ് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മാത്രമേ ഇതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കൂ എന്ന് ജസ്റ്റിസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ 2:15 സിനിമയുടെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ പറഞ്ഞത്. എന്തായാലും ഈ സിനിമയുടെ റിലീസ് 15 ദിവസത്തേക്ക് ആണ് തടഞ്ഞിട്ടുള്ളത്. എന്തായാലും കോടതിയോട് രാവിലെ തന്നെ ഈ കേസെടുക്കണമെന്ന്, പിന്നെ കോടതി ബി ജെ പി ഓഫീസർ ഇവര് പറയുമ്പോഴത്തേക്ക് അങ്ങ് കേസെടുക്കാൻ വേണ്ടിട്ട് കോടതിയോട് ഈ സിനിമക്കാർ ഇന്നലെ പറഞ്ഞ് സിനിമ കോടതി കാണാൻ പാടില്ല, സിനിമ കാണാൻ വേണ്ടിട്ട് കോടതിക്ക് അധികാരമില്ല. അപ്പൊ കോടതി വിചാരിച്ച് ഇവന്റെ കേസ് രാവിലെ തന്നെ എടുത്തിട്ട് ഇവരങ്ങനെ ഇവന്റെ ചങ്ങായിന്റെ കല്യാണം ഉണ്ടല്ലോ, ആ കല്യാണത്തിന് അങ്ങനെ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതോട് ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി കേസ് എടുത്തത്. എന്റെ സംഘികളെ, കോടതിയുടെ ഇപ്പോഴും ബി ഓഫീസ് ആയില്ലട്ടാ. ഇപ്പോഴും കോടതി തന്നെയാണ് സാധാരണക്കാർക്ക്, എല്ലാ സാധാരണക്കാർക്കും വിശ്വാസമുള്ളത്. അതായത് സാധാരണക്കാരുടെ അവസാനത്തെ ആശ്രയം കോടതി തന്നെയാണ്. ഇനി നമുക്ക് ഫ്രെഡി ഫ്രാൻസിസ് ഇതിനെതിരെ പോരാടി ആ പോരാട്ടം ഒന്ന് കേട്ടിട്ട് വന്നാലോ. രണ്ടുപേരാണ് ഇതിന്റെ പിന്നിൽ പോരാടിയിട്ടുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫ്രെഡി, പിന്നെ ഒരു കണ്ണൂരുകാരൻ സുദേവ് നമ്പൂതിരിയാണെന്ന് തോന്നുന്നു. മൂപ്പറും കൂടിയാണ് ഈ സിനിമക്കെതിരെ കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. നമുക്കെന്തായാലും ഫ്രെഡി ഫ്രാൻസിസ് ഈ വൃത്തികെട്ട സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പം ഇതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഈ വീഡിയോ എല്ലാ മലയാളികൾക്കും ഷെയർ ചെയ്യുക. കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടിട്ട് ഈ പൊറോട്ടയും ബീഫൊക്കെ വെച്ചിട്ട് നമ്മൾ കുറെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ട്രോളിന്റെ അർത്ഥമൊന്നും ഈ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ സിനിമയിൽ എന്താണോ കാണിക്കുന്നത് അത് സത്യമായിട്ട് വിശ്വസിക്കുന്ന ജനക്കൂട്ടമാണ്. അതുകൊണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് നന്ദഗോപാൽമാരെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഒരു കടലാസും കൊടുത്തിട്ടുണ്ട്. കേരള സ്റ്റോറി എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തോട്ട് പോകുന്ന മലയാളികൾ ആയിട്ടുള്ള പണിയെടുക്കുന്ന ജീവിക്കുന്ന കേരളീയർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ജോലിയിൽ വരെ ഇത് പ്രതിഫലിക്കും. അതുകൊണ്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഈ കൊട്ടേഷൻ നമ്മൾ മാരാജ് ത്രൂ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. എക്സ്പീരിയൻസ് ഉള്ളവര് ഇൻബോക്സിൽ എഴുതുക, കമന്റ് ബോക്സിൽ വരിക. കീപ് വാച്ചിങ്. പാക്കലാം. കണ്ടല്ലോ, ഈ ഫ്രെഡിയുടെ ഈ പോരാട്ടാണ് 15 ദിവസം കോടതിനെ കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേ കൊടുക്കാൻ വേണ്ടി ഒരു ഉത്തരവ് ഉണ്ടാക്കിയത്. ഈ സംഭവം ഫ്രെഡി വെറുതെ പറഞ്ഞല്ലാട്ടാ, ഇതിന്റെ ഒരു ന്യൂസ് കൂടി നിങ്ങൾ കണ്ടുനോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഫ്രെഡിയിൽ വിശ്വാസമാവും. കേരളവുമായി ബന്ധമില്ലാത്ത സിനിമയ്ക്ക് കേരള റിയൽ സ്റ്റോറി എന്ന് അണിയറ പ്രവർത്തകർ പേരിട്ടത് എന്തുകൊണ്ടായിരിക്കും? ഉദ്ദേശം വ്യക്തമാണ്. അതിനേക്കാൾ നന്നായി പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച ഫ്രെഡി ഫ്രാൻസിസിനാണ്. ഫ്രെഡി ഫ്രാൻസിസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഫ്രെഡി ഫ്രാൻസിസ്, വെരി ഗുഡ് ഈവനിംഗ് ഫ്രെഡി. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേരള റിയൽ സ്റ്റോറി നമ്പർ 1, കേരള റിയൽ സ്റ്റോറി നമ്പർ 2 എന്താണ് വാസ്തവമെന്നാണ് പ്രേക്ഷകരോട് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. എന്തായിരുന്നു ഫ്രെഡി കോടതിയെ സമീപിക്കാനുള്ള കാരണം? എന്താണ് ഇവരുടെ പിന്നിലെ ലക്ഷ്യം? ആക്ച്വലി ഞാൻ വിദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള പല സുഹൃത്തുക്കളുമായിട്ടും അടുത്ത് ഇടപഴകുന്ന ആളും കൂടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് ഈ കേരള സ്റ്റോറി ഫസ്റ്റ് ഇറങ്ങിയതിൽ പിന്നെ ഇവരെല്ലാം കേരളത്തിൽ വന്നിട്ടില്ലാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ മലയാളി എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ കേരളം എന്താണ്, കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി മുമ്പോട്ട് വെക്കുന്ന പ്രൊപ്പഗാൻഡ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ വല്ല പ്രോഡക്ട്സിന്റെ പ്രൊക്യൂർമെന്റ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ആ കേരള സ്റ്റോറിയിൽ അവർ പറയുന്ന കഥ അതേപോലെ അക്ഷരം പ്രതി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പല ബ്ലോഗേഴ്സും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ജോലിയെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് ഞാനത് കേസ് ഫയൽ ചെയ്തത്. ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിൽ, അതാ ഉത്തരവ് വരാൻ പോകുന്നതേയുള്ളൂ, എങ്കിലും ഇടപെടലിൽ ഇപ്പോൾ ഫ്രെഡിക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ കോടതി ഇത് കാണും. പക്ഷേ ടീസർ പോലും നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും ലക്ഷ്യം? കോടതി വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കണ്ടത്. ഒന്നാമത് കേരള സ്റ്റോറി എന്നുള്ള ഈ പേര് ഇതിലിടുന്നത് വഴി കേരളത്തിലെ അല്ലെങ്കിൽ മലയാളി ആയിട്ടുള്ള കേരളത്തിലെ എല്ലാവരെയുമാണ് അവരെ എങ്ങനെ പറയാ, അവരെല്ലാവരും കൂടി നമ്മളെയാണ് ഡിഫെയിം ചെയ്യുന്നത് എല്ലാവരെയും. അതിൽ കോടതിയും പെടും. കാരണം കേരളം എന്നുള്ള ജോഗ്രഫിയുടെ ഉള്ളിൽ വരുന്ന ഒരു സംവിധാനമാണല്ലോ ഈ കേരള ഹൈക്കോടതി. അപ്പോൾ കേരളം എന്നുള്ള പേര് ഇതിലിടുന്നത് വഴി കേരളത്തിലുള്ള ജനങ്ങളെയും കേരളം അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ഓരോ വ്യക്തിയെയും ലോകത്ത് എല്ലാ ഭാഗത്തുള്ള മലയാളിയെയും ഒരേപോലെയാണ് ഇവർ എന്താ പറയുക ഡിഫെയിം ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ ഈ നമ്മളെ ഡിഫെയിം ചെയ്തതിന്റെ പ്രത്യുപകാരമായിരുന്നില്ലേ ഒന്നാം ഭാഗത്തിന് കിട്ടിയ സംവിധായകന്റെ പുരസ്കാരം? റെഡി ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ ആ സിനിമയുടെ റീലും ട്രെയിലറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അഭിമാനമുള്ള ഒരു മലയാളിക്കും ഒരു ഇന്ത്യക്കാരനും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ ഫ്രണ്ടി. ഇല്ല, മലയാളിയായിട്ടുള്ള ഒരാൾക്കും ആ സിനിമ മുഴുവനോടെ ഇരുന്ന് കാണാൻ പറ്റില്ല. കലാസൃഷ്ടി, കലാകാരന്റെ ഭാവന, അതൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. ആർക്കും എങ്ങനെയും സിനിമ പിടിക്കാം. പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിലെ ആൾക്കാരെയും അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്ന ഐഡന്റിറ്റിയെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു പടം പിടിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ന് മലയാളിക്കില്ല എന്നുള്ളത് മലയാളികളായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റോറി വന്നപ്പോൾ തന്നെ നമ്മളൊരു കേസ് ഫയൽ ചെയ്തതും. അപ്പോൾ കേരളത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പോഴും പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസും, പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനം. സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കൊക്കെ നമ്മുടെ സൈഡിൽ കൂടി വരും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഫെഡ്ഡി പറഞ്ഞ പോലെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു ടീമുണ്ടല്ല, അത് നമ്മളെ കേരളത്തിലെ സംഘികളാണ്. സംഘികൾ മാത്രം. അതിൽ പ്രമുഖനാരാന്നറിയ ഈ സിനിമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത പ്രമുഖൻ നമ്മളെ കേസില്ലാ വക്കീലില്ലേ, കോടതി കാണാത്ത കേസില്ലാ വക്കീല് കൃഷ്ണരാജ് മൂപ്പറാണ് അതിലെ പ്രമുഖൻ. മൂപ്പറുടെ ലൈഫ് ഫെഡ്ഡിക്കെതിരെ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് പറഞ്ഞത് കോടതി ഈ സിനിമക്ക് സ്റ്റേയും കൊടുക്കില്ല, ഒരു മണ്ണാങ്കട്ടിയും കൊടുക്കില്ല എന്നാണ്. നമുക്ക് അതിലെ കേസില്ലാ വക്കീലില്ലേ ആ പാളിപ്പോയ പോസ്റ്റ് എന്താണെന്ന് വായിച്ചാലോ? വെടിവഴിപാട്. കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു വേസ്റ്റ് കുരിപ്പ് സോഷ്യൽ മീഡിയയിൽ ആരും ശ്രദ്ധിക്കാതെ ചെളിയിൽ ഉരുണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും ഇതോടെ ഇവന്റെ വെടി പൊട്ടും. ഇപ്പൊ ആരെ വെടിയാ പൊട്ടിയെന്നറിയാം. നമ്മള് കൃഷ്ണരാജിന്റെ വെടിയും പൊട്ടി, എല്ലാ പണ്ടാരവും പൊട്ടി. പിന്നെ കൃഷ്ണരാജ് ഈ ഫ്രെഡി ഉണ്ടല്ല ചെളിയിലൊന്നല്ലാട്ട ഉരുണ്ട് കളിക്കുന്നത്. അവരുണ്ടല്ല നല്ല മാന്യമായ കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. ചെളിയിലും ചാണകത്തിലും ഉരുണ്ട് കളിക്കുന്ന ആരാന്നറിയാം? നീയാണ്. നിന്നെപ്പോലത്തെ കുറെ ചാണക സംഖ്യയിലാണ് ഈ ചെളിയിലും ചാണകത്തിലും ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ അവന്റെ ആ പോരാട്ടം കൊണ്ട് 15 ദിവസമെങ്കിലും നിങ്ങളെ വൃത്തികെട്ട സിനിമക്ക് സ്റ്റേ കിട്ടിയില്ലേ? അത് തന്നെയാണ് അവന്റെ വിജയവും പിന്നെ നമ്മൾ മലയാളികളില്ലേ നമ്മുടെയൊക്കെ വിജയം. എന്നിട്ട് ഈ വിധിവതുണ്ടല്ല ഉളുപ്പും നാണവും അല്ലാണ്ട് പിന്നെ നമ്മളെ കൃഷ്ണരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റും കൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. കേരള സ്റ്റോറിയിലെ തിരിച്ചടി. ഇന്നലെയും ഇന്നും കോടതിയിൽ നടന്ന കാര്യങ്ങൾ നോക്കിയാൽ ഒരേ ഒരു കാര്യം പറയാം. കേരളം എന്താണെന്നും കേരള ഹൈക്കോടതി എന്താണെന്നും മനസ്സിലാകാത്ത കേരളത്തിന് വെളിയിൽ നിന്ന് വന്ന വക്കീലന്മാരുടെ വിവരക്കേട് കൊണ്ട് എറിഞ്ഞു പിടിച്ചു വാങ്ങിയ ഒരു ഇടക്കാല ഉത്തരവ്. ഇത് സിംഗിൾ ജഡ്ജിയുടെ ഇടക്കാല ഉത്തരവ് മാത്രമാണ് എന്ന് ആരും മറക്കരുത്. അവസാനം ഒരു ചുക്കും സംഭവിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും, ആര് തടഞ്ഞാലും. എന്ത് സത്യമാണ് പുറത്തു വരേണ്ടത്? എന്റെ കൃഷ്ണരാജെ, എന്റെ സംഘി വക്കീല്. പച്ചക്കളാരും വിശ്വസിക്കാത്ത പച്ചക്കളല്ല ആ സിനിമയിലുള്ളത്. എന്നിട്ട് അത് സത്യമാണെന്ന് പറയാൻ വേണ്ടി ഒരു മലയാളിയായിട്ട് ജീവിക്കുന്ന തനിക്ക് ഉളുപ്പും നാണവും മാനും ഉണ്ടാ എന്റെ കൃഷ്ണരാജ് വക്കീല്? പിന്നെ കേസില്ല വക്കീല് പറഞ്ഞു നമ്മൾ മലയാളികൾക്ക് ഹൈക്കോടതി എന്താണ്, വിധി എന്താണ്, ഇതൊന്നും അറിയില്ല എന്ന്. ഓക്കെ, നമുക്കിതൊന്നും അറിയില്ല, നമ്മൾ സാധാരണ ജനങ്ങളല്ലേ, നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ വക്കീലാണെന്നും പറ്റി കോട്ട് വിട്ട് കിടക്കുന്ന തനിക്കുണ്ടല്ല, തനിക്ക് ഇതിനെപ്പറ്റി ഒരു മണ്ണാങ്കട്ടി അറിയില്ലല്ലോ. അപ്പൊ ശരിക്കും വന്ന ബുദ്ധി താനല്ലേ? കോട്ട് വിട്ട് കിടക്കുന്ന, അതായത് കോടതിന്റെ പടി വരെ കയറാത്ത താനല്ലേ ശരിക്കും വന്ന ബുദ്ധി? പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം കേസില്ല വക്കീലെ. ഈ സിനിമ വീണ്ടും സെൻസർ ചെയ്യേണ്ടത് ആദ്യത്തെ സെൻസർ ബോർഡില്ലേ, ആ സെൻസർ ബോർഡ് തന്നെയാണെന്ന്. അതായത് ബീഫ് ഫ്രൈ എന്നും ധ്വജപ്രണാമെന്നും പറഞ്ഞുകൊണ്ട് ആൾ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിച്ച അതേ സെൻസർ ബോർഡ്. അതായത് സംഘപരിവാറിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് ഒരു സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അതേ സെൻസർ ബോർഡാണ് ഈ സിനിമ വീണ്ടും സെൻസർ ചെയ്യേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ സംഖ്യയുണ്ടല്ല, ഈ സിനിമ, ഈ വൃത്തികെട്ട സിനിമ ഏത് വൃത്തികെട്ട ലെവലിലാണ് ഉള്ളത് അതേ വൃത്തികെട്ട ലെവലിൽ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ മലയാളിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾ ഉത്തരേന്ത്യൻ വർണ്ണങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല മലയാളിയുടെ മുട്ടിക്കഞ്ചലി. അങ്ങനെ മലയാളികൾ തോറ്റു കൊടുക്കുന്ന ടീമല്ല എന്ന്. അത് മതി മലയാളിക്ക്, ആ വിജയം മതിയിടവും മലയാളിക്ക്. പിന്നെ നീയും നിന്റെ സംഖ്യകളും കൂടെ നിന്നിട്ട് ഒറ്റുന്ന ടീമാണെന്ന് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. നിനക്കൊക്കെ പിന്നെ മാപ്പ് പറഞ്ഞും ഷൂ പോളിഷ് ചെയ്തുള്ള ചരിത്രമല്ലേ ഉള്ളൂ സംഘി വക്കീലെ. അതുകൊണ്ട് മലയാളികൾ നിന്നിൽ നിന്നും ഒറ്റ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ഈ ഒരു വൃത്തികെട്ട സിനിമ കൊണ്ട് മലയാളികളുടെ പവർ എന്താണെന്ന് നിങ്ങളുടെ ഉത്തരേന്ത്യ സംഘി ലോബിയൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അതിനുവേണ്ടി മുന്നിൽ നിന്ന് പോരാടിയ ഫ്രെഡി ഫ്രാൻസിസിനും എല്ലാ മലയാളികൾക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.